പറഞ്ഞാൽ നിങ്ങൾ ഓർക്കും, ബിസിനസ് നമ്മൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സാണ് നമ്മുടെ സ്വന്തം എന്തായിരുന്നു സൂപ്പർ മാർക്കറ്റ് ബിസിനസ്. ഓക്കെ, അപ്പോൾ അതേ നമുക്ക് ഗെയിമിലോട്ട് പോവാം. നമ്മളിനി കുറേ ബിസിനസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതേ ഇവിടെ കുറേ ഇത് വന്നിട്ടുണ്ട്. ഹിന്ദി എടുക്കണമെന്നുണ്ട്, പക്ഷേ ഹിന്ദി എനിക്ക് അത്ര ഇതില്ലാത്തതുകൊണ്ട് ഓക്കെ ഗോട്ടിട്ട് കൊടുക്കാം. മെയിൻ യുവർ സ്റ്റോർ, നമ്മുടെ സ്റ്റോറിൻ്റെ പേര് കൊടുക്കണം. എന്ത് സ്റ്റോറിൻ്റെ പേര് കൊടുക്കും ഗൈസ്? DJ ബ്രദേഴ്സ് സ്റ്റോറിന് കൊടുത്താലോ? കൊടുക്കാം. DJ ബ്രദേഴ്സ് സ്റ്റോർ. ഇത്രയും കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം. അല്ല, അയ്യോ മൊത്തം പോയി. DJ ബ്രദേഴ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ലുക്ക് അറൗണ്ട്, ലെഫ്റ്റ് തമ്പ്, ലെഫ്റ്റോ റൈറ്റ്, ലെഫ്റ്റ്. ഇതെന്നാ ഗൈസ്? ഫൈൻഡ് അത് നോക്കാം. ഇത് കാരണം ഇത് ഞാൻ ഒന്ന് മാറ്റാൻ പറ്റും. പക്ഷേ ഇത് പോകുമെന്ന് തോന്നുന്നുണ്ട് ഈ താഴത്തെ. ഓക്കെ, നമ്മൾ എന്തൊക്കെ കൊടുത്തു. ഏതാണ് നമ്മുടെ സ്റ്റോർ? ഇതാണോ നമ്മുടെ സ്റ്റോർ? അയ്യേ, കുഴപ്പമില്ല ഗൈസ്, നമ്മളൊരു ബിസിനസ് മാൻ ആണല്ലോ. ഈ സ്റ്റക്ക് ആവുന്നുണ്ടല്ലോ ഗെയിം. എനിക്ക് നല്ലതായിട്ട് ഇപ്പോൾ സീനില്ലല്ലോ. ഇപ്പോൾ സീനില്ല. ഇതാണ് നമ്മുടെ സ്റ്റോർ. അയ്യോ, സ്റ്റോറേജ്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്തോ കാണിച്ചല്ലോ. ടാപ്പ് ടു ഔട്ടോ. ഇതെടുക്കണം. ഇതെടുത്തു. നമ്മളൊന്ന് എടുത്തതേ ഉള്ളൂ, അപ്പത്തേനും ആട് വന്ന്. എന്ത് കഷ്ടമാണ് നോക്കണേ. ഇനി ഇതന്നെ ഓപ്പൺ ചെയ്യുക. പ്ലേസ് നമ്മൾ ഇത് പ്ലേസ് ഇനിയുണ്ടോ? കുറേ ഉണ്ട്. ഡിസ്പ്ലേ ഫുള്ളോ? ഇനിയുണ്ട്, 3 എണ്ണം ഉണ്ട്. നമുക്ക് ഇതെടുത്താണെങ്കിൽ എന്തിനാ ഗൈസ്? നമുക്കിപ്പോൾ ഒരു പൈസ ഇല്ലല്ലോ, അതുകൊണ്ട് ഇവിടെ വെക്കാം. എന്നിട്ട് ഇതെടുത്ത് അങ്ങോട്ട് വിടാം, അവിടെ കിടക്കട്ടെ. നമ്മൾ വേസ്റ്റ് ഒന്നും റോഡിൽ ഇടാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. വേസ്റ്റ് ഒന്നും നിങ്ങൾ റോഡിൽ ഇടല്ലേ. എല്ലാം അതിൻ്റേതായ സ്ഥലത്ത് വെക്കണം. പക്ഷെ നമ്മളങ്ങനെ ഗൈസ്, നമ്മളെടുത്ത് തീർന്നു. ഇങ്ങനെത്രയൊക്കെ പറഞ്ഞല്ലേ ഇത് ഇത് ഇടാം. ഇത്രോ ഇവിടെ വണ്ടിയൊന്നും ഇല്ലേ? നമ്മൾ ക്ലോസ് ഓപ്പൺ ആണ്. ഇനി എന്നാ വേണ്ടേ? സെറ്റ് പ്രൈസ്. ഓക്കെ, പ്രോഫിറ്റൊക്കെ സെറ്റാക്കണം. ഓക്കെ ബ്രോ, ഓക്കെ. കൈ മാറ്റൂ. ഇതന്നെയാടാ കൈമാറ്റി. അപ്പോൾ ഇതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 3 രൂപയെങ്കിലും പ്രോഫിറ്റായിട്ട് വേണം. നമുക്കൊരു 4 രൂപയ്ക്കല്ലേ? 4 രൂപയ്ക്കാണ് നമ്മുടെ മാർക്കറ്റ് പ്രൈസ്. 8 രൂപയോ? പിന്നെന്തിനും നമ്മളെന്നാൽ 10 രൂപയ്ക്ക് കൊടുക്കും. നമ്മളിച്ചിരി സീനാണേ. അപ്പോൾ പിന്നെ അതിൻ്റേതായ പൈസ ഉള്ളവർ ഇവിടെ കയറിയാൽ 10 രൂപയ്ക്ക് നമുക്കപ്പോൾ 8 രൂപ പ്രോഫിറ്റായിട്ട് കിട്ടും. നല്ല കാര്യം. ഓക്കെ, ഇനി ഇതിൻ്റെ പൈസ 12 രൂപ സെറ്റ് പ്രൈസ്. ഇതിൻ്റെ മാർക്കറ്റ് വില 4. മാർക്കറ്റ് പ്രൈസ് 4. അപ്പോൾ നമുക്കൊരു 6 രൂപക്കെങ്കിലും കൊടുത്തില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. നമുക്ക് ലാഭം വേണം. അപ്പോൾ ഓക്കെ, എത്ര പൈസ? ഇനി നമുക്ക് തന്നെ ഓപ്പൺ ചെയ്യണം നമ്മുടെ സ്റ്റോർ അല്ലേ? ഇത് മേളിലോട്ട് പോകണം. പുതിയ ഡെലിവറി ഫ്രീ ആയിട്ട് കൊണ്ട് തരുമല്ലോ. ആഡ് പോയിട്ടുണ്ട്. നൈസായിട്ട് നമ്മൾ ആടങ്ങ് ക്ലോസ് ചെയ്ത് വിട്ട്. അത്രേ ഉള്ളൂ. നമുക്കിത് തന്നെ സംഭവം ഇത് എന്തോന്ന് സംഭവം? ഇതെന്നാ പേസ്റ്റോ? എന്തോ ബിസ്ക്കറ്റാണ്. ഇടാം ബ്രോ, പൈസയൊക്കെ ഇടാം. കഴിഞ്ഞോ? ഇതിൽ വെക്കത്തില്ലേ? ഇല്ല. അപ്പോൾ ഇത് തന്നെ. ഇത് നമുക്ക് തൽക്കാലം സ്റ്റോറേജ് ലെവൽ PC ലെവൽ 3. ഓക്കെ, ഇത് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഇടാം. ത്രോ ഹിയർ. പിന്നെ ഇവിടെ DJ ബ്രദേഴ്സ് സ്റ്റോർ ഇവിടെ ഇടാൻ പറ്റുമോ? പിന്നെ എവിടെ ഇടും ഞാൻ? ഇത് കളയാനൊന്നും പറ്റത്തില്ല. ഇവിടെ ഇടാം. അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ഇനി എന്നാ എന്തൊരു സംഭവം ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യണമെന്നോ? ഓക്കെ, നമ്മുടെ
സ്റ്റോർ ഓപ്പൺ ചെയ്തിരിക്കുന്നു സുഹൃത്തുക്കളെ. നമുക്ക് ഓടാൻ പറ്റുമോ? സ്പീഡില്ലല്ലോ. ആരെങ്കിലും വരുമോ? തന്നെയാണോ നമുക്ക് ഓരോ ഇതിന് ഇങ്ങനെ ഇത് കൊണ്ട് തരുന്നേ? നമുക്ക് അടുത്ത ആട്. ഗൈസ് എന്തോരം ആടാണ്. ഒരു കാര്യം ചെയ്യാം, ഇതിപ്പോൾ ഇവിടെ കിടക്കട്ടെ. ഓ ഹലോ ഹലോ, നമ്മുടെ എൻ്റെ പൊന്നെ ഈ ചേച്ചി പൈസക്കാരിയാന്ന് തോന്നുന്നു കേട്ടോ. എന്നൊക്കെ വാങ്ങിച്ചേ? വെയിറ്റിങ്ങോ? ചെക്കൗട്ട് ചെയ്യാം. 10 ചേച്ചി എത്ര രൂപ തന്നു നമുക്ക്? ഗീവ് റിസീവ്ഡ് 40. ഓക്കെ ചേച്ചി കിട്ടോ? ഈ ചേച്ചി അയ്യോ നമ്മൾ ഇച്ചിരി ഇത് ഇട്ട് തരില്ല. എത്ര? 12 രൂപ. 12. ഓ നമ്മുടെ മോനെ, നമ്മളിത് ആൾക്കാർ വന്നു തുടങ്ങി. 8 തീയതി. ഓക്കെ ചേച്ചി കിട്ടോ? അടുത്ത ചേച്ചി വാ. മോനെ നമ്മുടെ കട ആൾ വന്നു തുടങ്ങി. $20 നമുക്ക് പൈസ. ചേച്ചി എത്ര? 29 തന്നു. ഓക്കെ. പേയ്മെൻറ്റ് ഇൻകറക്റ്റോ? അയ്യോ. റിസീവ്ഡ് ടോട്ടൽ 27. അവർ 50 രൂപ തന്നു. ബാക്കി നമുക്ക് 30 രൂപ കൊടുക്കണം. 20, 10. ചേച്ചി ഇതുകൊണ്ട് പോ. അയ്യോ നമ്മുടെ കട നിറച്ച ആൾ വന്നു. ഈ സാധനം എപ്പോൾ തീരും? ഒന്നെടുത്താൽ 100. താങ്ക്സ് ചേച്ചി. ഇട്ടോ അടുത്തിട്ടോ. $6. ചേച്ചി എത്ര വന്നേ? 11. അപ്പോൾ 6 ബാക്കി $5. ഓക്കെ സൂപ്പർ. കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ ചേച്ചി കിട്ടോ? അടുത്ത ആൾ വരട്ടെ. ഓ ചേട്ടൻ പൈസക്കാരനാണെന്ന് കണ്ടിട്ട് $25 തന്നു. $11 നമ്മൾ കൊടുക്കണം. അതിന് 10ഉം 1. ഓക്കെ അപ്പോൾ പോയിട്ട് പേയ്മെൻറ്റ് ഇൻകറക്റ്റ് 61. ചേട്ടൻ അതും കൂടെ വേണോ? ചേട്ടാ ഇച്ചിരി പിടിവാസിയാന്ന് തോന്നുന്നു. എന്നാൽ പോകട്ടെ ചേട്ടാ പൊക്കോ. ഓ സെറ്റ് കേട്ടോ, നമുക്ക് നല്ല പൈസ കിട്ടുന്നത്. എത്ര? 6.78 അല്ലേ ഗൈസ്? ഇന്ന് നമുക്ക് ലീവ് അടിച്ചാലോ? അയ്യോ ആടാ ഗൈസ്, നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാലേ ഇത് എത്ര ഇത് ഉണ്ട് നമുക്ക് സാധനമൊക്കെ ഇനി എടുത്ത് വെക്കണം, ഓർഡർ ചെയ്യണം. അപ്പോൾ കുറേ കാര്യമുള്ളതുകൊണ്ട് നമുക്ക് പൈസ ലാഭം വേണ്ടേ? ചേട്ടാ എത്ര ചേട്ടാ? എന്നാ 10 രൂപ കൊണ്ട്. ചേട്ടാ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കുവാണല്ലോ ചേട്ടാ. ഓക്കെ അപ്പോൾ പിന്നെ ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഞാനും വരത്തില്ല. നമ്മുടെ ഇത് സാധനം വേണ്ടേ? നമുക്ക് പറ്റുമോ? ഇല്ല ചേട്ടാ. ഒരു 10 പൈസയല്ലേ കുറവുള്ളൂ. എന്തോന്ന് ചേട്ടാ? അടുത്ത ആൾ. ഓക്കെ അടുത്ത ആൾ വന്നു. പോട്ടെ. ഇതിന് നമുക്ക് ലാഭം കിട്ടി 16. പോട്ടെ. ഈ ചേട്ടൻ എന്നാക്ക് ചേട്ടാ വാങ്ങിക്കോ? അത്ര ഉള്ളൂ ചേട്ടാ. ചേട്ടാക്ക് ഒപ്പി. ഓക്കെ ഇങ്ങനെ അടിക്കാം അല്ലേ? ഓക്കെ ചേട്ടാ എത്ര $? വന്നു നമുക്ക്? 25. അപ്പം എന്നാ കേട്ടോ ഒരു $5. ഓക്കെ ഗൈസ്, അവരെല്ലാവരും പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആട് വരാൻ ആട് പോയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സാധനമൊക്കെ തീർന്ന സാധനം ഇവിടെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ആട് ഗൈസ്, ഇഷ്ടം പോലെ ആടാണല്ലോ എൻ്റെ പൊന്നോ. ഇതിനകത്ത് തന്നെയാണോ ഉള്ളത്? 3 ഐറ്റം. വിച്ച് ഐറ്റം? പ്ലേസ്. ഓ ഇത്രേ ഉള്ളൂ. ഇതിനെടുത്ത് റോറ്റർ എത്ര ദൂരം പോകും? അത് കുഴപ്പമില്ല. അടുത്തെടുക്കാം. ഈ സൂപ്പർ മാർക്കറ്റിന്റെ പോലത്തെ വേറെ സൂപ്പർ മാർക്കറ്റിന്റെ ആടാണ് നമ്മളെ കാണിക്കുന്നത്. നമുക്ക് പുതിയ ഷെൽഫൊക്കെ ഓർഡർ ചെയ്യണം. ഓക്കെ ഇത് 4 ഐറ്റമേ ഉള്ളൂ. നമുക്ക് പൈസ ഇടണം. പിന്നെ പറഞ്ഞ പോലെ അല്ല പ്ലേസ്. ഇത്ര പെട്ടെന്ന് ഫുള്ളായോ? എന്നാൽ ഇത് ഇവിടെ ഇടാൻ പറ്റുമോ? ഓക്കെ ഇത് ഇവിടെ ഇട്ടെ, അവിടെ കിടക്കട്ടെ. ഓക്കെ നമുക്ക് പൈസ ഇടണം. സെറ്റ് പ്രൈസ് ഇതിൻ്റെ 10 രൂപയാണ് മാർക്കറ്റ് പ്രൈസ്. നല്ല ലാഭം കിട്ടുന്ന സാധനമാണ്. ഒരു 13 രൂപയ്ക്ക് 13 രൂപ കറക്റ്റ് പൈസ തരണം. അല്ല പൈസയൊക്കെ കൊടുത്ത് പിന്നെ ചേഞ്ച്. ഓക്കെ അത്രേ ഉള്ളൂ. പ്രോഫിറ്റ് അത്ര മതി. പിന്നെ ഏതിനാ കറക്റ്റായിട്ടുള്ള പ്രോഫിറ്റ്? 9 രൂപയാണ് മാർക്കറ്റ്. നമ്മളൊരു 11 രൂപയ്ക്ക് കൊടുക്കും. 2 രൂപ നമുക്ക് ലാഭം. ഇതിന് പിന്നെ കറക്റ്റാ
ഇതിന് കറക്റ്റാണോ സെറ്റ് പ്രൈസ്? ഓക്കെ, ഇതിന് നമ്മൾ കറക്റ്റായിട്ടേക്കുന്നു. ഇത് നമുക്ക് ഓരോ ഗിഫ്റ്റ് ബോക്സ് വരുന്നുണ്ട് കേട്ടോ. സോള പിന്നെ മാട് പോയി. നമുക്ക് ഫസ്റ്റ് എന്നാൽ ഇത് ഇവിടെ കിടക്കട്ടെ. നമുക്ക് ഫസ്റ്റ് നമ്മുടെ PC എന്ന് പറഞ്ഞേ. ഓ, ഇതിൽ ഇത്ര സംഭവമുണ്ട്. നമുക്കൊന്ന് ഡെക്കറിൽ പോയിട്ടല്ല, ബാങ്കിൽ ലോണൊക്കെ ഉണ്ട്. ഓ അല്ല, അതല്ല, ആ സംഭവമല്ല. സ്റ്റോറേജ് നോക്കട്ടെ. പൈസ കൊടുത്തുള്ള പരിപാടിയാണ്, വേറെ ഒന്നുമില്ല. അതപ്പോൾ നമുക്ക് ഒറ്റ സ്റ്റോറേജ് ബോക്സേ ഉള്ളൂ. പത്താ ഡെക്കറിലാണോ? സ്റ്റോറിലായിരിക്കും. സ്റ്റോർ ഇത് മാത്രമേ ഉള്ളൂ. ഫർണിച്ചേഴ്സ് നമുക്കൊരു ബിഗ് ഷെൽഫ് വാങ്ങാം. എത്ര? 300 രൂപയോ? എൻ്റെ പൊന്നെ, വേണ്ട വേണ്ട വേണ്ട, ഇത് മൈനസ് ചെയ്തേ. എൻ്റെ ആകെ ഇപ്പോൾ 312 ഡോളറേ ഉള്ളൂ. ഞാൻ ഇത് മാത്രം ബൈ ചെയ്യാം ടോട്ടൽ. ഓക്കെ ബൈ. Start trading gold. സാധനം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓർഡർ ചെയ്യുമ്പോൾ ആഡ് വരും. ഓർഡർ ചെയ്യുമ്പോൾ 400 രൂപ. എൻ്റെ പൊന്നെ, ഇതാണോ സാധനം? ഇല്ല, ഇത് ബോട്ടിലാ. വെള്ളം എടുക്കാല്ലേ? ഈ ആട് കാരണം കണ്ടുകെട്ടുന്നു ഞാൻ മടുത്ത്. ത്രോ ചെയ്യുമ്പോൾ ആട് വരുമോ? ഇല്ല. ഇനി നമ്മുടെ സാധനം വന്നോ? ഇതന്നെ ഇതെന്തിനാ നമുക്ക്? നമ്മുടെ ഇത് വന്നില്ലല്ലോ. നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഓർഡർ ചെയ്തില്ലേ? നമുക്കൊന്ന് എടുത്തു നോക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ കളി നടക്കില്ല കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തായിരുന്നല്ലോ. അടുത്ത ആട് വന്ന് നമ്മളിത് നമ്മുടെ ഷെൽഫ് വന്നിട്ടുണ്ട്. പിന്നെ റൊട്ടേറ്റ് അത്രേ ഉള്ളൂ. ഗിഫ്റ്റൊന്നും നമുക്ക് വേണ്ട അല്ലേ? പ്ലേസ് ഒക്കെ നമ്മൾ പ്ലേസ് ചെയ്തു. ഇത് നമുക്ക് അങ്ങനെ ഹോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ നമ്മുടെ ബോട്ടിലിങ് എടുക്കാം. ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് വെള്ളം കുപ്പിയല്ലേ, നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങോട്ട് വെക്കാം. ഫ്രിഡ്ജ് വേണമെന്ന്. ഫ്രിഡ്ജ് നമുക്ക് എന്നാൽ പിന്നെ വാങ്ങിക്കാം. ഗൈസ്, നമ്മൾ വിചാരിക്കുന്നത് ഫ്രിഡ്ജൊക്കെ വാങ്ങിച്ച് വെക്കണമെന്ന്. അപ്പോൾ ഇതെന്നാ സംഭവം? എന്നാ ഇത്? അതൊക്കെ എന്നാണ്? പ്ലീസ് തീർന്നു. ഇതിലെ സാധനം തീർന്നു. ഇത് ഞാൻ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ കൊണ്ടങ്ങോട്ട് ത്രോ ചെയ്യും. അത്രേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഷോപ്പ് ഓപ്പൺ ചെയ്താലോ? ഇത് പൈസ ഉണ്ടാക്കണം. പൈസ ഉണ്ടാക്കിയിട്ട് സാധനം ഓർഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കപ്പോൾ നേരെ വെയിറ്റ് ചെയ്തോ. ഇതിനോട് തീയൊക്കെ പിടിക്കൂ. നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യണം. വേണ്ട, ആൾ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കാം. നമ്മുടെ സാധനമൊക്കെ തീർന്നു വരുന്നത്. നമ്മുടെ എക്സ്പെൻസീവ് ആണോ ചേച്ചി? എന്നാൽ പിന്നെ ചേച്ചിയുടെ കയറരുത്. ഇത് നല്ലൊരു സ്ഥാപനമാണ് അല്ലേ? ഓ, അടുത്തൊരു ചേച്ചി വന്നിട്ടുണ്ട്. ചേച്ചി ചേച്ചി മറ്റേ 10 രൂപയുടെ സാധനം 40 കണ്ടിന്യൂ. നമുക്ക് എന്തൊക്കെ കിട്ടി? അതൊക്കെ ഇപ്പോൾ വരും. അടുത്ത ആൾ വരട്ടെ. ഇതും ടു എക്സ്പെൻസീവ് ആണ്. ഇറങ്ങിപ്പോയി അടുത്ത ടു എക്സ്പെൻസീവ്. പൈസ കുറയ്ക്കണം. പൈസ കുറച്ചേ പറ്റുള്ളൂ. എന്നാലും ചേച്ചി എടുത്തേട്ടോ. ചേച്ചി റിച്ച്. 11. ചേച്ചി എത്ര തന്നു? ചേഞ്ച് ഓക്കെ നോക്കോ. ചേഞ്ച് വേണമെങ്കിൽ. ഈ ചേച്ചി റിച്ച്. നമ്മുടെ കടയൊക്കെ വരണമെങ്കിൽ റിച്ച് ആവണമല്ലോ. 19.80 ഡോളർ കൊടുക്കണം. ചേട്ടൻ കറക്റ്റ് പൈസ ഒക്കെ തരുന്നു. 11. അപ്പോൾ ചേട്ടാ 5 ഡോളർ കൊടുത്തു. ചെക്ക് ഔട്ട് സക്സസ്. ഇന്നെ ഓക്കെ ഗൈസ്, സ്കിപ്പ് ടുമോറോ മോർണിംഗ് ഡേയ്സ് 1. അടുത്ത ഡേ കണ്ടിന്യൂ. ഗൈസ്, നമ്മുടെ ഷോപ്പ് പിന്നെ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ സാധനമൊക്കെ വിറ്റിട്ട് ചേട്ടൻ റിച്ചാന്ന് തോന്നുന്നു. കാടൊക്കെ എടുത്ത് വീശി
ഓക്കെ, നമുക്കിത് ഞാൻ പിന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇത്ര പേരെ ഇനിയുള്ളൂ. ഇനി നമുക്ക് ഇച്ചിരി സാധനമൊക്കെ ഓർഡർ ചെയ്യണം. ഇതിപ്പോൾ നമുക്ക് ഇച്ചിരി സാധനമൊക്കെ ഓർഡർ ചെയ്യണം. 420 നമ്മുടെ ഫ്രിഡ്ജിന് എത്രയാണ്? ഫ്രീസറല്ല, ഫ്രിഡ്ജ്. സാധാ ഫ്രിഡ്ജിന് 400. തൊട്ടാ പൈസ കൊടുക്കും. അപ്പോൾ നമുക്ക് കുറച്ച് സാധനം കൂടെ വാങ്ങാം. ഇത് ഒരെണ്ണം വാങ്ങാം, ഇതൊരെണ്ണം വാങ്ങാം, ഇതൊരെണ്ണം ഇരിക്കട്ടെ, ഇതൊരെണ്ണം ഇരിക്കട്ടെ, ഇതൊരെണ്ണം ഇരിക്കട്ടെ പോലെ. ഇപ്പോൾ എത്ര വാങ്ങാം ഗൈസ്? ഇതും കൂടെ ഒരെണ്ണം ഇരിക്കട്ടെ. എല്ലാവരും പറഞ്ഞ് നമ്മുടെ കട ഫുൾ ടു എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ഗൈസ് ദേ നമ്മൾ കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ എല്ലാം വന്നു. ഇതന്നെ എന്തോ ആടാന്നറിയാം. ഇതന്നെ എന്തൊക്കെ ഐറ്റം ഞാൻ ഓർഡർ ചെയ്ത്. ഓപ്പൺ കൊടുത്തേ പ്ലീസ്. മാർക്കറ്റ് വിലയേക്കാളും ഇച്ചിരി കൂടുതൽ കിട്ടാം. കാരണം എല്ലാവരും എക്സ്പെൻസീവാന്ന് പറഞ്ഞു പോകുന്നത്. പിന്നെ നമ്മളെന്തിനു കട വെക്കുന്നത്? ഇത് വെക്കണം, ഇത് വെക്കാം. നമുക്ക് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ടല്ലോ. ഇതെടുത്ത് ത്രോ. ഇതിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ സീനില്ലേ? തന്നെയാടാ. ഞാൻ ഓർഡർ ചെയ്ത സാധനം എല്ലാം വന്നു. ഫ്രീ ആയിട്ട് കിട്ടുന്ന എടുക്കണ്ട ഗൈസ്, അതാ ഈ ആഡ് വരുന്നത്. ഓക്കെ പ്ലീസ്. സ്ഥലം തീർന്നു? ഇല്ല, 2 സ്ഥലം കൂടെ. മാർക്കറ്റ് വിലയേക്കാളും 1 രൂപ കൂട്ടിയിടാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. നമുക്ക് അതിനകത്ത് കൊണ്ട് ത്രോ ചെയ്യാം. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതൊന്നും വേണ്ട. ത്രോ. അടുത്തത് ഇത് ഞാൻ ഓർഡർ ചെയ്തതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇച്ചിരി സാധനം കൂടി ഇരിക്കട്ടെ, കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇച്ചിരി റിച്ചാണ് ആൾക്കാർ വിചാരിക്കണം. അയ്യോ പ്ലീസ്. ഓക്കെ, ഇത് കൊണ്ട് കളയാം. വാ, ഫ്രീ ആയിട്ട് കിട്ടുന്ന എടുക്കണ്ട, വെറുതെ ആഡ് കാണണം. അതിന് നമുക്ക് ഓർഡർ ചെയ്യാം. നമുക്കാണെങ്കിൽ അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ റിച്ച് അല്ലേ. ഇനി ത്രോയോ എടുക്കിങ്ങോട്ട് പ്ലീസ്. നമുക്കിതൊക്കെ വെക്കാം. നമുക്ക് പിന്നെ ഒരു ഫ്രിഡ്ജ് വാങ്ങാം. നമുക്ക് വാങ്ങാം, സീനൊന്നുമില്ല. നമുക്ക് വാങ്ങാം, സെറ്റാക്കാം. പിന്നെ സെറ്റാക്കാം. നമുക്ക് നോട്ട് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വരാം. നമ്മുടെ മറ്റേ ലാസ്റ്റ് പ്രൈവറ്റ് അതുപോലെ വേഗം തന്നെ നമ്മൾ വരും. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് കൂടെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോ വരെ ബൈ.